ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു പങ്കജ കസ്തൂരി ഹെർബൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വിസിറ്റ് ചെയ്യുക എന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു സുദിനം വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 3 ബാച്ചുകളായിട്ട് തിരിച്ചിട്ടായിരുന്നു വിസിറ്റിന് വേണ്ടി പോയത്. ഞങ്ങൾ ലാസ്റ്റ് ബാച്ചിൽ 20 പേരാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പങ്കജ കസ്തൂരി ഹെർബൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എം കെ സാറിൻ്റെ കാറ് കണ്ടു. പിന്നെ ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇൻഡസ്ട്രി വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് അകത്ത് എന്നൊക്കെയുള്ള. പക്ഷേ ഇവിടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇരുന്നാലും ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. പുറത്തുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഞങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ്, അതും ജിയോ ടാഗ്ഡ്. ഇത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ശ്രീദേവി കേസാണ്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ ശ്രീദേവിയെക്കുറിച്ച് പറയാം. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തു. അതിൽ കാണുന്നതാണ് ഡോക്ടർ ആനന്ദ് സർ. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതിൻ്റെ ഫാക്ടറിയെക്കുറിച്ച്, അവരുടെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെയുള്ളത് ഞങ്ങളുടെ രസശാസ്ത്ര HOD ഗീതാ മാം ആയിരുന്നു. പിന്നെ ഗീതാ മാം തന്നെയാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ GMPയെക്കുറിച്ചും ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അതിനെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് വിഷ്വൽസ്, അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കിച്ചിരി ക്യൂരിയോസിറ്റി കൂടി. അപ്പോൾ ഞാൻ തോന്നുന്നു ഓർത്തോ ഹെർബ് ടാബ്ലറ്റ് ആണോ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കോറിഡോറിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ വർക്കേഴ്സ് ഇങ്ങനെ ബിസി വർക്കിലാണ്. കണ്ടു, അവിടെ ശ്രദ്ധിച്ചു, അവിടെ കോർണേഴ്സ്, അതായത് ഭിത്തിയുടെ കോർണേഴ്സ് എല്ലാം കേർവ്ഡ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള പിക്സ്, ഇതെല്ലാം ജിയോ ടാഗ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊളാഷായിട്ട് വെച്ചത്. പിന്നെ ഫുഡ് കഴിക്കണം. ഉച്ചയായി, 12:30 ആയപ്പോഴത്തേക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ അവിടെ തന്നെയുള്ള ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കണ്ടോ, ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വരുന്നു ഫുഡും കൊണ്ട്. പിന്നെ ഫുഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്താണ് ഇന്നത്തെ ഫുഡ്. ആക്ച്വലി ഇതിനു മുമ്പ് പോയ 2 ബാച്ചിനും ചോറായിരുന്നു. എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വെജിറ്റബിൾ പുലാവ് കിട്ടി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമേ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ചാടി എടുത്തങ്ങ് കഴിച്ചു. അപ്പോൾ ഇത് കണ്ടോ, പുലാവ്, പിന്നെ ഒരു വെജിറ്റബിൾ കറി, പിന്നെ സലാഡ്, അച്ചാർ, പിന്നെ ഒരു സ്നാക്ക് പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ എണ്ണയിലൊക്കെ ഇട്ട്, അത്. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരി ശ്രീദേവി കേസും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ ആസ്വദിച്ചിരുന്നായിരുന്നു ഞങ്ങൾ 2 പേരും കഴിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയോ ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശ്രീദേവി അടുത്തും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് നമുക്കിനി ലാബിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഞാൻ ലാബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ട് പോവുകയാണ്. ശ്രീദേവിയാണ് വീഡിയോ എടുത്തത്. അതിനുശേഷം താണ്ടെ പോകുന്നത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടേക്ക് ചെന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഗീതാ മാം ഓൾറെഡി അതിനകത്ത് പോയിരുന്നു. ആനന്ദ് സാറാണ് മാമിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് പോയിരുന്നു, കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളും PGസും പുറത്ത് തന്നെ സ്റ്റേ ചെയ്തു. അതിനുശേഷം ലാബിനകത്തോട്ട് പോയി. പിന്നെ സാർ അവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഹോട്ട് എയർ ഓവൻ, അവിടുത്തെ പ്രോസസ്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. കണ്ടോ, ഇതൊരു ഹോട്ട് എയർ ഓവനാണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ സാർ ഇങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടേയിരുന്നുകൊണ്ടിരുന്നു. പിന്നെ അവിടെയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെൻസിനെയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഓർമ്മയൊന്നും കിട്ടില്ല. പക്ഷേ റീകളക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എന്താണെന്നറിയില്ല കേട്ടോ, പഴയ ഓർമ്മയ്ക്ക്, അതായത് BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു. എന്താണെന്ന് വെച്ചാൽ ലാബല്ലേ, എത്ര വർഷം ഞാൻ അതിനകത്ത് പഠിച്ച് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഉണ്ടായത്. പിന്നെ ഓരോ കെമിക്കൽസ്, ഓരോ കാര്യങ്ങൾ അവരെല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ഓരോ പ്രോസസ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ക്ഷമയാണ് അവർക്കുള്ളതെന്ന് നമ്മൾ കണ്ട് പഠിക്കണം. പിന്നെ ഒരു മാം നമുക്ക് വിസ്കോസിറ്റി അതിനെക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അനന്ത് സർ അടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്താണ് നടക്കാൻ പോകുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ മാം എക്സ്പ്ലെയിൻ ചെയ്തു.
അപ്പോൾ അവിടുത്തെ പ്രോസസ്സൊക്കെ ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ആനന്ദ് സാർ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ഡൗട്ട്സ് എല്ലാം സാറിനോട് ചോദിച്ചു UV റേഡിയേഷൻസിനെ കുറിച്ചും ഒക്കെ. അപ്പം ഇവിടെ ഞങ്ങൾ ജിയോ ടാഗ് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തു. കണ്ടല്ലോ, ഇതൊക്കെ ഈ ലാബിനകത്ത് എന്തൊക്കെ പ്രോസസ്സാണ്. പിന്നെ ഞങ്ങളുടെ ഓരോ ഫോട്ടോസ്, കാരണം ലാബിനകത്തൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മളിതിനൊക്കെ ഏപ്രണൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു കയറാൻ. പിന്നെ ഞങ്ങൾ ക്ലാസ് ഫോട്ടോ, ഫ്രണ്ട്സുമായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ്, ഞങ്ങൾ കാല് എല്ലാവരും കൂടെ ചേർത്ത് വെച്ചിട്ടൊരു ക്യൂട്ട് ഫോട്ടോ. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഒരു ഫോട്ടോ. പിന്നെ ഞങ്ങൾ ഏപ്രൺ വെച്ചിട്ട് ഇപ്പോൾ കണ്ട സർജൻസിനെ പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ PGസുമായിട്ട് ചേർന്നിട്ട് എടുത്തൊരു ഫോട്ടോ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഫോട്ടോ. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം, ഞാൻ എൻ്റെ ശ്രീദേവി KSഉം. ആൻഡ് ഫൈനലി ഞങ്ങൾ തിരിച്ചു വരികയാണ്. താങ്ക്സ് ആനന്ദ് സർ ആൻഡ് ഡോക്ടർ J. ഹരീന്ദ്രൻ നായർ സർ ഫോർ ആക്ച്വലി നല്ല മഴയുള്ളൊരു ദിവസം കൂടിയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നൊരു വിഷമം, പക്ഷെ പോയല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓൺ കോളേജിൻ്റെ ക്യാൻറ്റീനിലേക്ക് തിരിച്ചു വന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു? ഗുലാബ് ജാമുൻ, അതും പ്ലസ് ചായ. എല്ലാ ദിവസത്തെയും പോലെ ചായ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ, ഫാർമസിയിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, അതിനെക്കുറിച്ച് ഞങ്ങളൊരു റിപ്പോർട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. പക്ഷേ ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ബാച്ചിന് ഇതുപോലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് രസശാസ്ത്രം ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ഗീത മാമിന് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം മോനിഷ മാം, സജിത മാം, ആനന്ദ് സർ, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. അതെന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.